വ്യക്തമാകുക. ശ്രീ പ്രകാശ് ബാരെ, ഇതിനകത്ത് ദിലീപിനെ വലിച്ചിഴച്ച് കൊണ്ടുവരികയെന്നത് രാഹുൽ ഈശ്വറാണ് എന്ന് താങ്കൾ തുടർച്ചയായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതായാലും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്താണ്? കോടതിക്കകത്തേക്കും പുറത്തേക്കും മെമ്മറി കാർഡ് അസാധാരണമാം വിധത്തിൽ സഞ്ചാരം നടത്തിയിട്ടുണ്ട്. മെമ്മറി കാർഡിന് സ്വന്തമായി പുറത്തു പോകാനും പുറത്തെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരാണ് പുറത്തു കൊണ്ടുപോയിട്ടുള്ളത്, അവരാണ് ആവശ്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ സെക്ഷലി അസോൾട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു മെമ്മറി കാർഡ് അങ്ങനെ സ്വന്തം പോക്കറ്റിലിട്ട് ബസ് കയറി വീട്ടിൽ കൊണ്ടുപോയി തനിക്ക് തോന്നുന്ന മൊബൈൽ ഫോണിലേക്ക്, തനിക്ക് തോന്നുന്ന ലാപ്ടോപ്പിലേക്ക് ഇട്ട് കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണല്ലോ ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ അവരത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ താജുദ്ദീൻ എന്ന വിചാരണ കോടതിയിലെ ശിരസ്ത്രധാരൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്ന ഘട്ടത്തിൽ അത് മറ്റാരുടെയെങ്കിലും കയ്യിലെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനകത്ത് ചില ഫയലുകൾ ഇപ്പോൾ 2017 ഡിസംബർ 30 അനൂപിൻ്റെ ഫോണിൽ നിന്ന് ചില ഫയലുകൾ മായ്ച്ചു കളഞ്ഞതായി സൈബർ ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധനയ്ക്കായി അന്വേഷണ ഏജൻസിയെ ചുമതലപ്പെടുത്താതെയാണ് വിചാരണ കോടതി ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. നോക്കൂ, നമ്മളെന്താണ് ഈ കേസിൽ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ കേസിന് ഇത്രയധികം ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്? അവർക്ക് സംഭവിക്കാവുന്ന മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് കിട്ടാവുന്ന മുഴുവൻ ശിക്ഷയും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണോ അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം അതല്ല. അവരുടെ ലക്ഷ്യം ഇനിയൊരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഈ കേസിൽ ഈ സംഭവിച്ച കാര്യങ്ങളിൽ ഏതിലെങ്കിലും തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കഴിഞ്ഞിട്ടുണ്ടോ? ജുഡീഷ്യറി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ചാനലിൽ ഇരുന്നിട്ട് 2 തവണ പ്രശ്നമില്ല, ഒരു തവണ മാത്രമാണ് പ്രശ്നം, ഈ രാത്രി ആക്സസ് ചെയ്തതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ ജഡ്ജ്മെന്റ് ചെയ്യാൻ കാരണം പൂർണ്ണമാകാത്ത ഒരു അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിന്റെ കണ്ടെത്തലുകൾ വീണ്ടും അവരെ ശിക്ഷിക്കാനുള്ള ഒരു നീക്കവും നടക്കാത്ത ഒരു റിപ്പോർട്ടിനെ കാണിച്ചിട്ടാണ് 2 തവണ ഉള്ള ആക്സസിന് അത് ഓക്കെയാണ്, ഇല്ലീഗൽ അല്ല എന്ന് ഇവിടെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ ദിലീപിന് ഒരു കാര്യമില്ലെങ്കിൽ ദിലീപ് എന്തിനാണ് ഈ മെമ്മറി കാർഡിന്റെ ഇഷ്യൂല് കക്ഷി ചേരുന്നത് എന്തിനാണ്? സോ നമുക്ക് ഇവിടെ ഇരുന്നൊരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ നമുക്ക് യാതൊരു കാര്യവുമില്ല. കാരണം എല്ലാവർക്കും കാണാവുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ചാനൽ ചർച്ചകൾ ഒരാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ചില ഇല്ലീഗൽ ആക്ടിവിറ്റിയെ വെള്ളപൂശാനോ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഭാവിയിലുള്ള കാര്യത്തിന് വളരെ ഉപകാരമാണ്. അതെ, അല്ല അതിനകത്ത് ഇപ്പൊ 2 ഘട്ടമായി നമ്മൾ അതിനെ കാണണം ശ്രീ പ്രകാശ് ബാരെ. ഒന്ന്, അതിജീവിത ഇക്കാര്യത്തിലൊരു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഹർജി ഫയലിലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗൈഡ് ലൈനായി വന്നിട്ടുണ്ട്, പക്ഷെ അത് സർക്കുലറായി വന്നിട്ടില്ല. ഏതായാലും ഇന്ന് ഹൈക്കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു. സർക്കുലറായി ഞങ്ങൾ ഇറക്കിക്കോളാം. അപ്പോൾ രജിസ്ട്രിയോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്, സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്, ഫോറൻസിക് വിഭാഗത്തിനോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ 3 റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈക്കോടതി അത് സർക്കുലർ ആക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ലല്ലോ. ഹൈക്കോടതി തന്നെയാണല്ലോ ഇനീഷ്യേറ്റീവിൽ വളരെ നിർണായകമായ റോൾ എടുത്തിട്ടുള്ളത് ശ്രീ പ്രകാശ് ബാരെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഞങ്ങൾക്ക് നടപ്പാക്കാനാകില്ല എന്നുള്ള നിലയിൽ, ഞങ്ങൾക്കിത് ബാധകമല്ല എന്നുള്ള ഒരു ഉളുപ്പില്ലായി ഉണ്ടല്ലോ. അതാണ് ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ്. സോ ഇപ്പൊ ഈ സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ കേസിൽ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, എക്സംപ്ലറിലി അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനൊരു എത്ര സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാകുമ്പോൾ അത് വയലേറ്റ് ചെയ്തതിനൊക്കെ സോ അതൊരു വലിയ കളങ്കമായിട്ട് തന്നെ. യെസ്, വ്യക്തമാണ്. ഞാൻ വരാം ശ്രീ പ്രകാശ് ബാര. Debate with MV Nikesh Kumar.